പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ പാണക്കാടാണ് സംഭവം. സംസ്ഥാന പാതയോട് ചേർന്നാണ് മണ്ണിടിച്ചിൽ എന്നുള്ള ആശങ്ക നിലനിൽക്കുക തന്നെയാണ്. പ്രധാനമായും ഇപ്പോഴും കുത്തിയൊലിച്ച ഒരു നീരൊഴുക്ക് മുകളിൽ നിന്ന് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ അത് തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഇതാ ഇപ്പോഴും ദൃശ്യങ്ങൾ മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ മഴ ശക്തമായാൽ ഇതിലേറെ ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യമാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ മണിക്കൂറിൽ എന്തായാലും പറയാൻ സാധിക്കുന്നതാണ്. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ നമ്മുടെ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ പതിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. മണ്ണിങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടേക്കല്ലേ, ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ആശങ്കയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ പെട്ടിയത്, ഈ പ്രാവശ്യം ഇവിടെ ഇതിപ്പോ പെട്ടെന്ന് ഇന്ന് രാവിലെ പെട്ടെന്ന് ഇപ്പൊ ഉണ്ടായതാണ്. ഇന്ന് രാവിലെ മുതലാണ് സംഭവിക്കുന്നത്. മഴ മാറി നിൽക്കുന്നതുകൊണ്ടല്ലോ. ഇപ്പൊ പോരും, ആ തെങ്ങിപ്പോ പോരും, അപ്പൊ പോരും. അതിപ്പോ മഴ മാറി നിൽക്കുന്നതുകൊണ്ടാണല്ലേ. അതാ വീണ്ടും മോത്തി അതാ നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ആ ഒരു മേഖല തന്നെ. അപ്പോൾ ആ തെങ്ങ് ഉൾപ്പെടെ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന നമ്മുടെ ദൃശ്യങ്ങൾ വൻതോതിൽ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വെള്ളം ഒലിച്ചിറങ്ങുകയും ഒപ്പം ഒരു മൺകൂമ്പാരം ഒന്നായി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതാണ് അത്തരത്തിൽ ഒരു ആശ്വാസമായുള്ളത്. പക്ഷെ മഴ കനക്കുകയാണെങ്കിൽ ഇനിയും നീരൊഴുക്ക് ശക്തമായി തുടരും. അപ്പോൾ ആ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും മുകളിൽ നിന്ന് താഴേക്ക് അടർന്ന് വീഴാനുള്ള, നിലത്തേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. റോട്ടിലേക്കാണ് അത് കുത്തിയൊലിച്ച് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ റോഡ് പൂർണ്ണമായും മണ്ണിൽ തടം കെട്ടി നിൽക്കുകയാണ്. മുകളിൽ നിന്ന് നേരത്തെ നമ്മൾ വന്ന ആ സമയത്ത് ഇപ്പോഴുള്ള ആ മണ്ണ് തന്നെ അത്തരത്തിൽ പൂർണ്ണമായും റോഡിൽ തടന്ന് കെട്ടി നിൽക്കുന്നു. ഗതാഗതം പൂർണ്ണമായും നിലച്ച സ്ഥിതി തന്നെയാണുള്ളത്. പ്രധാന പാത തന്നെയാണ് പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിലാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞത്. പാണക്കാടാണ് സംഭവം. വെള്ളം കുത്തി ഒലിച്ചു പായുകയും ഒപ്പം മണ്ണ് ഇടിഞ്ഞു വീഴുകയുമാണ് ചെയ്തത്. കൂട്ടത്തിൽ വലിയ പാറയടക്കം ഇങ്ങോട്ടേക്ക് ഒഴുകി വീഴുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ആ മേഖല ഒട്ടും സുരക്ഷിതമല്ല എന്നതാണ് ദൃശ്യങ്ങളിൽ പിടികിട്ടുന്നത്. അവിടെ നിൽക്കുന്നവരും പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അതുതന്നെയാണ്. സംസ്ഥാന പാതയോട് ചേർന്ന് സംരക്ഷണ ഭിത്തിയില്ല എന്നത് ഒരു വലിയ കാരണമായി ഇവർ പറയുന്നു. ഇനി ഭിത്തി ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത്രയും വലിയ നീരൊഴുക്കും മണ്ണിടിച്ചിലും തടയാൻ ഈ സംരക്ഷണ ഭിത്തിക്ക് ശേഷി ഉണ്ടാകുമായിരുന്നോ എന്നതും സംശയമാണ്. അത്രയധികം മുകളിൽ നിന്ന് കുന്നിടിഞ്ഞു വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാതൃഭൂമി ന്യൂസ് ക്യാമറയിൽ പലവട്ടം കണ്ടു. സംസ്ഥാന പാതയിലേക്ക് മണ്ണിടിയുന്നതിന്റെ വിവരങ്ങൾ പങ്കുവെക്കാനായി അരുൺ അമർനാഥ് അവിടെ എത്തിയപ്പോൾ തന്നെയാണ് നമ്മുടെ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ വീണ്ടും മണ്ണിടിയുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. തുടർച്ചയായി പല തവണ മണ്ണിടിയുകയായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഭാഗികമായി അവിടെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് ഉണ്ടായത്. ഇനി അതുവഴിയുള്ള ഗതാഗതം സുരക്ഷിതമാണ് എന്ന് തോന്നുന്നില്ല. അത്രയധികം മണ്ണിടിഞ്ഞു വരുന്നുണ്ട്. മുകളിലേക്ക് അവിടെ നിന്നും വെള്ളവും പാറയും അടക്കം ഇടിഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്.